ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ച് കൈയും കാലുകളും തളർന്നുപോയിട്ടും കർത്താവിൽ ആശ്രയിച്ച് തളരാത്ത മനസ്സിൻ്റെ ഉടമയായ ബെന്നിച്ചൻ ലൂക്കോസ് കല്ലുകളം. അംഗവൈകല്യമുള്ളവരെ പ്രത്യാശയുടെ തീരത്തെത്തിച്ച് ദൈവസ്നേഹം പകർന്നു നൽകുന്ന ഇദ്ദേഹത്തിൻ്റെ ജീവിത വഴിയിലെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബാല്യത്തിൽ പോളിയോ ബാധിച്ചാണ് അംഗവൈകല്യം സംഭവിച്ചത്. അംഗവൈകല്യരായ ആളുകളെ പൊതുവെ സമൂഹം കാണുന്ന അതേ കാഴ്ചപ്പാട് തന്നെയാണ് അന്ന് ആളുകളും കണ്ടുകൊണ്ടിരുന്നത്. വികലാംഗരായത് സമൂഹത്തിൻ്റെ ഒരു ഭാരമായിരുന്ന അവസ്ഥ. ബാല്യത്തിൽ തന്നെ ഈ വേദനകളും വിഷമങ്ങളെല്ലാം മനസ്സിനെ ഒത്തിരി അലട്ടിയിരുന്നു. ആ സമയത്താണ് മേഴ്സി ഹോമിലേക്ക് സിസ്റ്റേഴ്സിനെ അടുത്തേക്ക് എന്നെ പഠിക്കുവാനായി വീട്ടിൽ നിന്ന് അയച്ചത്. അപ്പോൾ അവർ തന്ന ദൈവത്തിൻ്റെ സ്നേഹവും സന്തോഷവും ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കി തന്നപ്പോൾ ധൈര്യമായി ജീവിക്കുവാനൊരു അവസരമുണ്ടായി. ആ അവസരമാണ് ജീവിതത്തിലെ ഇത്രയും വെളിച്ചമായി മാറിയതെന്ന് ഞാൻ ഓർക്കുന്നു. തീർച്ചയായിട്ടും വൈകല്യമുള്ള ആളുകൾക്ക് മാനസികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എല്ലാവരും തന്നെ. പക്ഷേ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹം അവരിലേക്ക് ചൊരിയും. ദൈവം എന്നിലേക്ക് ചൊരിഞ്ഞ അനേകം അനുഗ്രഹങ്ങളെ ഞാനിന്ന് ഓർക്കാറുണ്ട്. ആ അനുഗ്രഹങ്ങളാണ് എന്നെപ്പോലെ കാല് വയ്യാത്ത ആളുകളും കിടപ്പ് രോഗികളും അവശരുമായ ആളുകളിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിയുവാനുണ്ടായ പ്രധാന കാരണം. അതുപോലെ കിടപ്പ് രോഗികളും വികലാംഗരും അനാഥരുമായ ആളുകളെ കാണുമ്പോൾ ഒത്തിരി ദുഃഖവും സങ്കടവുമൊക്കെ ഉണ്ടാകുമായിരുന്നു. അവരെയെല്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഹാൻഡിക്യാപ്ഡ് വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. ആ ട്രസ്റ്റിലൂടെ ഇന്ന് 60ഓളം കുടുംബങ്ങൾക്ക് സ്ഥിരമായി എല്ലാ മാസവും കൃത്യമായി 500 രൂപ വെച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നു. 500 രൂപ വലിയ സംഖ്യയല്ല, എങ്കിലും നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ സഹായം മറ്റുള്ളവന് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്നു. ഇവയൊക്കെ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കൃപ അവരിലേക്കും കൂടെ നൽകാൻ സാധിക്കും. ഒരു രോഗാവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ അവരെ കണ്ട് ആദ്യം പറയുന്ന കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആശ്വാസം ലഭിക്കും. കിടപ്പ് രോഗികളും അംഗവൈകല്യരായ ആളുകളെ കാണുകയും അവരോട് ദൈവത്തിൻ്റെ കൃപ, എനിക്ക് ലഭിച്ച കൃപ ഇതാണ്, 2 കാലും 1 കൈക്കും പോളിയോ ബാധിച്ച ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, നിങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ധാരാളം കൃപകൾ ലഭിച്ചുകൊള്ളും എന്ന് അവരോടൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകളെ സന്ദർശിക്കാറുണ്ട്. അതുപോലെ നിരന്തരമായി ഓരോ ആവശ്യങ്ങളുമായി ആളുകൾ സമീപിക്കുമ്പോൾ ദൈവമേ അവർക്ക് നൽകാൻ എന്തെങ്കിലും ഒന്നുമില്ലല്ലോ എന്ന് വ്യാകുലപ്പെടുമ്പോൾ കർത്താവ് അനുഗ്രഹം ചൊരിയുകയും അവരിലൊക്കെ നമ്മുടെ സന്തോഷവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നതിൽ ദൈവത്തിന് 1000 നന്ദി പറയുകയാണ്.